അതുപോലെ മറ്റൊരു ചരിത്രത്തിൽ മഹാനായ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രങ്ങൾ, ഫദ്ൽ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രങ്ങൾ വല്ലാത്ത ദയനീയമാണ്. കരഞ്ഞിട്ടല്ലാതെ ചരിത്രം കേൾക്കാൻ പറ്റില്ല. കാലങ്ങളായിട്ട് ഫദ്ൽ തങ്ങളുടെ ഒരു ആഗ്രഹമായിരുന്നു ഹജ്ജിന് പോകാന്നുള്ളത്. നമ്മളൊക്കെ ആഗ്രഹമല്ലേ? അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. നല്ലൊരു മജ്ലിസ് ആത്മാർത്ഥമായിട്ട് ആമീൻ പറഞ്ഞോ. അള്ളാഹു തൗഫീഖ് തരട്ടെ. അല്ലേ, ഹജ്ജിന് പോണ്ടേ? ഉമ്മാനോട് ഫദ്ൽ തങ്ങൾ ചോദിച്ചു, ഞാൻ ഹജ്ജിന് പോട്ടെ. ആദ്യത്തെ കൊല്ലം ചോദിച്ചു പറഞ്ഞു, മോനെ ഞാൻ രോഗിയാണ്, ഇപ്പൊ പോണ്ട. രണ്ടാമത്തെ കൊല്ലം ചോദിച്ചു പോണ്ട. മൂന്നാമത്തെ കൊല്ലം ചോദിച്ചു പോണ്ട, ഞാൻ രോഗിയാണ്, എന്റെ അവസ്ഥ വല്ലാത്ത വഷളാണ്, പ്രയാസാണ്, മോൻ പോയാൽ ഞാൻ കഷ്ടപ്പെട്ടു വന്നു. പക്ഷെ നാലാമത്തെ കൊല്ലം മോന് സഹിക്കാൻ കഴിഞ്ഞില്ല. മോൻ ഹജ്ജിന് പോയി. ഒന്നും ഉമ്മാനെ പരിഗണിച്ചില്ല. നേരെ ഹജ്ജിന് പോയി നടന്ന് ആരുമില്ലാത്ത വിശാലമായ മരുഭൂമിയിലൂടെ ഇങ്ങനെ നടക്കുക. രാത്രി ആയപ്പോ എന്ത് ചെയ്തെന്നറിയോ? ക്ഷീണം കൊണ്ട്, തളർച്ച കൊണ്ട് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ആ നാട്ടിലുള്ള ഒരു പള്ളി കയറി. ആ നാട്ടിലെ പള്ളി കയറിയപ്പോഴാണ് ആ നാട്ടിലൊരു കള്ളം കയറുന്നത്. ആ നാട്ടിൽ കള്ളം കയറുന്നത് മഹാനായ ഫദ്ൽ തങ്ങൾ നിസ്കരിക്കാൻ കയറിയപ്പോഴാ. എന്ത് ചെയ്തെന്നറിയോ? ആളുകൾ എല്ലായിടത്തും തെരഞ്ഞു, കള്ളനെ കിട്ടിയില്ല. പള്ളി തെരഞ്ഞപ്പോ മഹാനായ ഫദ്ൽ തങ്ങൾ പള്ളിയിലുണ്ട്. ആരെ പിടിച്ചു? ഫദ്ൽ തങ്ങളെ പിടിച്ചു എന്ന് മാത്രമല്ല സഹോദരങ്ങളെ, ഫദ്ൽ തങ്ങളെ പട്ടാളത്തിന്റെ കിങ്കരന്മാര് പിടിച്ചോണ്ടുപോയി രാജസവിധത്തിൽ ഹാജരാക്കി രാജാവിന്റെ മുമ്പിൽ കൊണ്ട് നിർത്തി. എന്നിട്ട് പറഞ്ഞു, നീയാണ് കള്ളൻ. നോക്കണങ്ങള്, കുരുത്തക്കേട് വരുന്ന വഴി അല്ലാഹു നമ്മളെ കാക്കട്ടെ, അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. പെണ്ണ് കെട്ടിയ ഉമ്മാനെ മാറ്റി നിർത്തുന്നു വാപ്പാ. സഹോദര ആലോചിച്ചോ, അല്ലാഹു പരീക്ഷിക്കൂട്ടോ. ആരെ? ഭർത്താവിന് മാത്രമല്ല, ഭാര്യയെയും അല്ലാഹു കാക്കുമാറാവട്ടെ. ഹക്ക് അമ്മായിമക്കും മരോളോടുണ്ട് കേട്ടോ, നമുക്ക് പറയാൻ. ഏതായിരുന്നാലും ഫദ്ൽ തങ്ങളെ പിടിച്ചുകൊണ്ടേ എന്ന് മാത്രമല്ല പ്രിയപ്പെട്ടവരെ, ആ മഹാനായ ഫദ്ൽ റളിയല്ലാഹു തആല പിന്നെ രാജസവിധത്തിൽ കൊണ്ടുവന്നിട്ട് രാജാവ് ഫദ്ൽ തങ്ങളോട് പറയാ, ഫദ്ലേ നീ കള്ളനാണടാ, നീയാണ് കള്ളൻ എന്ന് പറഞ്ഞപ്പോ ഫദ്ൽ തങ്ങൾ പറയാ, നിങ്ങൾ അങ്ങനെ പറയല്ല, ഞാൻ കട്ടിട്ടില്ല, ഞാൻ ഹജ്ജിന് പോകുന്ന വഴിയാത്രികനാണ്, ഞാൻ നിസ്കരിക്കാൻ കയറിയതാണ്, അതുകൊണ്ട് രാജാവേ എന്നെ കള്ളനാക്കരുത് എന്ന് കേണപേക്ഷിച്ചുവെങ്കിലും ആ രാജാവ് അത് ചെവി കൊണ്ടില്ല. മഹാനായ ഫദ്ൽ തങ്ങളെ കള്ളനല്ല എന്ന് പറഞ്ഞപ്പോ എന്ത് ചെയ്തെന്നറിയോ? ഫദ്ൽ തങ്ങളെ പിടിച്ചു കെട്ടി. എന്നിട്ട് വലത്തെ കൈ അങ്ങ് മുറിച്ചു കളഞ്ഞു. ഫദ്ലിനോട് ചോദ്യം ആവർത്തിച്ചു, നീയല്ലേ കള്ളൻ? ഫദ്ൽ തങ്ങൾ പറഞ്ഞു, ഞാനല്ല കള്ളൻ. ഇടത്തെ കൈ മുറിച്ചു. പച്ച മനുഷ്യന്റെ ശരീരമായി വെട്ടി മുറിക്കുന്നത് ആലോചിച്ചോ. പിന്നെയും ചോദിച്ചു, നീയല്ലേ കള്ളൻ? ഫദ്ൽ തങ്ങൾ പറഞ്ഞു, ഞാനല്ല. വലത്തെ കാല് മുറിച്ചു. ചോദ്യം ആവർത്തിച്ചു. ചരിത്രം വിശാലമാണ്. ഇടത്തെ കാലം മുറിച്ചു. വീണ്ടും ഫദ്ലിനോട് ചോദിച്ചു, റളിയല്ലാഹു അൻഹു പറ. മഹാനായ ഫദ്ൽ തങ്ങളോട് വീണ്ടും ചോദിച്ചു, ഫദ്ലേ നീ കള്ളനല്ലടാ. മഹാനായ ഫദ്ൽ തങ്ങളെ പറയാ, രാജാവേ എന്റെ ഉമ്മ എന്നെ കളവ് നടത്താൻ പഠിപ്പിച്ചിട്ടില്ല, എന്റെ ഉമ്മ എന്നെ കളവ് നടത്താൻ പഠിപ്പിച്ചിട്ടില്ല. കക്കാൻ അറിയാത്തവനാണ്, റബ്ബിനെ പേടിച്ച് ജീവിക്കുന്നവനാ. രാജാവ് സമ്മതിച്ചില്ലെന്ന് മാത്രമല്ല, രാജാവ് വിശ്വസിച്ചില്ല. കൈകാലുകൾ മുറിക്കപ്പെട്ട അവസാനം എന്തു ചെയ്തെന്നറിയോ? ഫദ്ലിന്റെ 2 കണ്ണുകളും ആ രാജാവ് ചൂഴ്ന്നെടുക്കുകയാണ്. 2 കണ്ണും ചൂഴ്ന്നെടുത്തു. എന്നിട്ട് എന്ത് ചെയ്തെന്നറിയോ? മന്ത്രിയോട് പറഞ്ഞു, ഒരു കുന്തം കൊണ്ടുവരാൻ പറഞ്ഞു. ഇരുമ്പിന്റെ കുന്തം കൊടുത്തിട്ട് ഈ ഒരു മാംസപിണ്ഡത്തെ ആലോചിച്ച് നോക്ക്. കൈയില്ലാത്ത, കാലില്ലാത്ത, കണ്ണില്ലാത്ത ശരീരത്തിൽ നിന്ന് ധാരധാരയായി രക്തമിങ്ങനെ ഉറ്റിക്കൊണ്ടിരിക്കുന്ന മഹാനായ ഫദ്ൽ തങ്ങൾ എന്ത് ചെയ്യുന്നറിയോ? ഈ കുന്തത്തിൽ അങ്ങ് തറച്ചിട്ട് രാജ്യത്തിന്റെ ഓരോ ഭാഗത്തൂടെ ഇങ്ങനെ കൊണ്ടു നടക്കുക. കള്ളനിക്കുള്ള ശിക്ഷ താന്ന് പറഞ്ഞിട്ട് അങ്ങനെ എല്ലായിടത്തും പരസ്യ പ്രചരണം നടത്തി. ഇത് കള്ളനുള്ള ശിക്ഷ എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും ഒരു താക്കീത് കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? പ്രചരണം കഴിഞ്ഞപ്പോ ഫദ്ൽ തങ്ങളെ ഒരു വീട്ടിന്റെ മുറ്റത്ത് ഈ രാജാവ് ഉപേക്ഷിച്ചു. ഫദ്ൽ തങ്ങൾ അവിടെ കിടന്ന് കരയാ. മഹാനായ ഫദ്ൽ റളിയല്ലാഹു അൻഹു അവിടെ കിടന്ന് കരയാ. കരഞ്ഞപ്പോ തൊട്ടടുത്ത വീട്ടിൽ നിന്നൊരു അശരീരി കേൾക്കുകയാണ്. തൊട്ടടുത്ത വീട്ടിൽ നിന്നൊരു പെണ്ണിന്റെ ശബ്ദം കേൾക്കുകയാണ്. ഫദ്ൽ ചോദിക്കാണ്, കുറച്ച് വെള്ളം തരാവോ? ദാഹിക്കുന്നുണ്ട്, വിശക്കുന്നുണ്ട്, വേദന സഹനീയമാണ്, സഹിക്കാൻ കഴിയുന്നില്ല, കുറച്ച് വെള്ളം തരുവോ? ആ
വീട്ടിന്റെ ഉള്ളിൽ നിന്ന് മറുപടി, നിങ്ങൾ ഒരാണല്ലേ, എനിക്ക് നിങ്ങളെ കാണാൻ പറ്റില്ലല്ലോ. മറുപടി കേട്ടപ്പോ ഫദ്ലി തങ്ങൾക്ക് പരിചയമുള്ള ഒരു ശബ്ദം. മറുപടി കേട്ടപ്പോ ഈ വീട്ടിന്റെ ഉള്ളിൽ നിന്നുള്ള മറുപടി കേട്ടപ്പോ ഫദ്ലി തങ്ങൾക്ക് പരിചയമുള്ള ഒരു ശബ്ദം. ആരാന്നറിയോ? മഹാനായ ഫദ്ലി തങ്ങൾ ചോദിച്ചു, നിങ്ങൾ എന്റെ ഉമ്മയല്ലേ? ഉമ്മ, ഞാൻ നിങ്ങളെ മോൻ ഫദ്ലാ. നോക്കണങ്ങൾ ആ ഉമ്മന്റെ വേദന. ഉമ്മ, വെള്ളം തരാൻ ആണല്ലേ നിങ്ങൾ, പുരുഷനല്ലേ, എന്നെ കാണാൻ പറ്റില്ലല്ലോ, നിങ്ങളൊന്ന് അടുത്ത് വരീന്ന് പറഞ്ഞപ്പോ മോൻ ഫദ്ലി പറയാണ് റളിയല്ലാഹു അൻഹു, ഉമ്മ, നിങ്ങൾ എന്റെ ഉമ്മയാ, നിങ്ങളെ ശബ്ദം കൊണ്ട് എനിക്ക് മനസ്സിലായി, കണ്ണൊന്നുമില്ല, ഞാൻ ഫദ്ല. നിങ്ങൾ പറഞ്ഞ വാക്ക് കേൾക്കാതെ ഹജ്ജിന് പോയിട്ട് എന്റെ ശരീരം മുഴുവൻ വെട്ടി മുറിച്ചിട്ടുണ്ട് ഉമ്മ. ഉമ്മ പുറത്തിറങ്ങി വന്നപ്പോ മകനെ കണ്ടിട്ട് സഹിക്കാൻ കഴിയുന്നില്ല. കൈയില്ലാത്ത, കാലില്ലാത്ത, കണ്ണില്ലാത്ത മാംസപിണ്ഡമായി കിടക്കുന്ന ഫദ്ലിനെ കെട്ടിപ്പിടിച്ചിട്ട് ആ ഒരു പൊന്നുമ്മ പൊട്ടി പൊട്ടി കരയാ. അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്, റബ്ബേ, ദുനിയാവിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, മോഹങ്ങളുണ്ട്, പക്ഷേ എന്റെ മകന്റെ അവസ്ഥ ഗതി ഇതാണല്ലോ. അതുകൊണ്ട് എനിക്ക് ദുനിയാവിൽ ആഗ്രഹങ്ങളില്ല, എന്റെ ജീവിതത്തിൽ ആഗ്രഹങ്ങളില്ല. എന്നെയും എന്റെ മകനെയും ഇവിടെ വെച്ച് മരിപ്പിച്ച് എന്റെ മകൻ വേദനിച്ച വേദനകൾക്ക് പകരമായി സ്വർഗം നൽകണേ അല്ലാഹ്. ആ ദുആ അല്ലാഹു സ്വീകരിച്ചു സഹോദരാ, ആ ദുആ അല്ലാഹു പരിഗണിച്ചോ. അവിടെ വെച്ചുകൊണ്ട് ആ ഉമ്മയും മകനും വഫാത്തായി. അല്ലാഹുവിന്റെ സ്വർഗം പുൽകിയെന്ന് ചരിത്രം പറഞ്ഞെങ്കിൽ ഉമ്മാന്റെ വാക്കിനെ നിസ്സാരവൽക്കരിക്കണ്ട. അല്ലാഹു മനസ്സിലാക്കാനുള്ള ബോധം തരട്ടെ.